നവീകരിച്ച മിനി കോൺഫറൻസ് ഹാളിന്റെയും ടോയ്ലറ്റ് സമുച്ചയത്തിന്റെയും ഉദ്ഘാടനം നടത്തി. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച മിനി കോൺഫറൻസ് ഹാളിന്റെയും ടോയ്ലറ്റ് സമുച്ചയത്തിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ +2 പ്രിൻസിപ്പൽ R ഗോപകുമാർ സ്വാഗതം പറഞ്ഞു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശ്രീജയൻ, വാർഡ് മെമ്പർ KM അസീസ്, പ്രധാന അധ്യാപിക KN ജയന്തി, PTA പ്രസിഡന്റ് നൌഷാദ് KM, വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി, സീനിയർ അസിസ്റ്റന്റ് HSS ഡോക്ടർ വനവാസൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 12 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത്. സന്തോഷം മറ്റൊന്നുമല്ല, ടോയ്ലറ്റ് സൗകര്യം ആൺകുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് പ്രശ്നമായിരുന്നു. അത് ഇന്ന് പരിഹരിക്കപ്പെടുകയാണ്. നമ്മൾ താഴെയുള്ള ആ ഒരു 2012 കാലഘട്ടത്തിൽ നിർമ്മിച്ച ടോയ്ലറ്റ് സമുച്ചയവും അതിൻ്റെ ഒരു പോരായ്മ നമ്മൾ പരിഹരിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നൽകിയ ആ സമുച്ചയം കൂടി ആകുമ്പോൾ ഈ ആൺകുട്ടികളുടെ ടോയ്ലറ്റിൻ്റെ പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും. പെൺകുട്ടികളുടെ ടോയ്ലറ്റ് ഓൾറെഡി നമുക്ക് കഴിഞ്ഞ വർഷം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രം നിങ്ങളോട് പറയാം. ഇന്ന് നമ്മുടെ സ്കൂളിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പണത്തിന്റെ വലിപ്പം കൊണ്ടോ കെട്ടിടത്തിന്റെ വലിപ്പം കൊണ്ടോ അല്ല, സമകാലീന ചിന്തയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന 2 വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമാണ് നിങ്ങളെ അറിയിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സന്തോഷം എന്ന് പറയുന്നത്, നമ്മുടെ സ്കൂളില് ഒരു ചെറിയ ടോയ്ലറ്റ് ബ്ലോക്ക് ആൺകുട്ടികൾക്ക് വേണ്ടി പണിതു. അവിടെ ഞാൻ കണ്ട പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ശുചിത്വ മാലിന്യ പ്രശ്നം എന്ന് പറയുന്നത്. ഈ സ്കൂളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിലും ഏറ്റവും അവസാനം ഈ സ്കൂളിൽ വന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇനിയും വിപുലപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മളെ പോലുള്ള നമ്മുടെ കൂട്ടുകാർ അലസമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ, പേനയുടെ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള അവശിഷ്ടങ്ങളൊക്കെ അലസമായിട്ട് വലിച്ചെറിയുന്നു. അതിനൊക്കെ ഒരു പരിഹാരം കാണണം എന്നുള്ളതാണ്. ബഹുമാന്യായ HM പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ, സ്കൂളിന്റെ ഭൗതിക അടിസ്ഥാന സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുപാട് പരിപാടികളൊന്നുമില്ലെങ്കിലും കൊച്ചു പരിപാടികളൊക്കെ എന്ത് ചെയ്യാം. ജില്ലാ പഞ്ചായത്ത് കീഴിലുള്ള ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന 2ാമത്തെ വിദ്യാലയമാണ് പഴയന്നൂരിലെ ഈ വിദ്യാലയം. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ജില്ലാ പഞ്ചായത്ത് കീഴിലുള്ള വിദ്യാലയം എരുമപ്പെട്ടിയിൽ ഏതാണ്ട് 2500 പരം വിദ്യാർത്ഥികളാണ് അവിടെ പഠിക്കുന്നത്. ഇവിടെ 2000ഓളം വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. പക്ഷേ എരുമപ്പെട്ടിയേക്കാൾ അക്കാദമിക് നിലവാരം പുലർത്തുന്ന വിദ്യാലയമാണ് പഴയന്നൂർ ഹയർ സെക്കൻഡറി വിദ്യാലയം. ജില്ലയിലെ തന്നെ ഏത് എയ്ഡഡ് വിദ്യാലയങ്ങളോടും കിടപിടിക്കാൻ കഴിയുന്ന, വിജയ ശതമാനം നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാലയമായി നിങ്ങൾ മാറി എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു വസ്തുതയാണ്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന ആത്മാർത്ഥമായ വിദ്യാഭ്യാസ മേഖലയിലെ, അക്കാദമിക് മേഖലയിലെ, ഭൗതിക മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയും